മലയോരത്തെ മഴ ശക്തമായി തുടരുന്നു. വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടം. മൂന്നാർ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകളിൽ പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. NDRF സംഘം ജില്ലയിലെത്തി. ജാഗ്രത പാലിക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി. കാലവർഷം കനത്തു പെയ്യുകയാണ് ഇടുക്കിയിൽ. വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും നശിക്കുകയും ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ റാണിക്കല്ലിന് സമീപം പുലർച്ചെ 4 മണിയോടെ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ഇതോടൊപ്പം രാജകുമാരി കുമ്പപ്പാറയിൽ ഏലത്തോട്ടത്തിൽ നിന്ന് മരം റോഡിലേക്ക് കടപുഴകി. വൈദ്യുത ലൈനുകളും തകർന്നു. നാട്ടുകാരും KSEB അധികൃതരും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കണ്ണൂരിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ റിസോർട്ടിന് മുൻവശത്ത് വാഹനം നിർത്തി ഇറങ്ങി മാറിയതിന് പിന്നാലെയാണ് മരം കടപുഴകി വീണത്. അടിമാലി ഇരുട്ടുകാനത്ത് മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ആനച്ചാലിലും മൂന്നാർ മറയൂർ റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാജാക്കാട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. കാറ് ഭാഗികമായി തകർന്നു. രാജാക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം മരം മുറിച്ചു മാറ്റി. മഴ ശക്തമായതിനെ തുടർന്ന് ജില്ലയിൽ ഒരു ക്യാമ്പും തുറന്നിട്ടുണ്ട്. മൂന്നാറിലാണ് ക്യാമ്പ് തുറന്നത്. അപകട ഭീഷണി നിലനിൽക്കുന്ന അന്തോണിയാർ കോളനിയിലെ ആളുകളെയാണ് മൂന്നാർ കാർമൽഗിരി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് തുറന്ന് മാറ്റി പാർപ്പിച്ചത്. 19 പേരാണ് ക്യാമ്പിലുള്ളത്. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നിലവിൽ തുറന്നിരിക്കുന്ന പാമ്പ്ള, കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിൽ അടിയന്തര സാഹചര്യം നേരിടാൻ NDRF സംഘവും ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഗോത്രവർഗ മേഖലയിലും ആറാട്ടുകളെ നിയോഗിച്ചു. മരം വീണ് മലയോരത്ത് താറുമാറായ വൈദ്യുത ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപകട സാധ്യത കണക്കിലെടുത്ത ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാനും ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.